ദുരന്തർ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് പറയേണ്ടത്. ദുരന്തർ എന്ന വാക്കിന് അതിശക്തൻ എന്നാണ് അർത്ഥം. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന ഒരു സ്പൈ ഓപ്പറേഷനാണ് ഈ ടൈറ്റിലും ഈ പടത്തിൻ്റെ ഇതിവൃത്തവും. ഓപ്പണിംഗ് സീനിൽ തന്നെ പടത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ രംഗത്തോടെ തുടങ്ങുന്ന സിനിമ ആർ മാധവൻ്റെ ക്യാരക്ടറിലൂടെയാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഒരു നീണ്ട കാലയളവെടുത്ത് പാകിസ്ഥാൻ ഗ്യാങ്സ്റ്റേഴ്സിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഇവിടുത്തെ സ്പൈ മിഷൻ. അതുപോലെ തന്നെയാണ് സിനിമയുടെ ദൈർഘ്യവും. ഉദ്ദേശം 3.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ. രൺവീർ സിംഗ് ആണ് ലീഡ് റോൾ എങ്കിലും അക്ഷയ് ഖന്ന എന്ന നടൻ്റെ കിടിലൻ പെർഫോമൻസാണ് ത്രൂ ഔട്ട് കാണുവാൻ സാധിക്കുക. 99 മുതൽ 2007 വരെയൊക്കെയുള്ള പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ പടത്തിൻ്റെ ഹൈലൈറ്റാണ്. ചെറിയ ചാപ്റ്റേഴ്സായാണ് കഥ പറയുന്നത്. പീക്ക് ലെവലിൽ തന്നെ വയലൻസ് കാണിക്കുന്നുണ്ടെങ്കിലും അരോചകമായി ഫീൽ ചെയ്തില്ല. പാകിസ്ഥാനിലെ കറാച്ചിയാണ് കഥയുടെ മെയിൻ പശ്ചാത്തലമായി സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ BGMഉം സോങ്ങും ഒക്കെ കിടിലനായിരുന്നു. എല്ലാ ആക്ടേഴ്സും ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. സഞ്ജയ് ദത്തിൻ്റെ SP വേഷം, അർജുൻ രംബാലിൻ്റെ മേജർ വേഷം, സാറ അർജുൻ്റെ നായിക റോളൊക്കെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ട്രൂ ഇവൻസിനെയും അതുമായി ബന്ധപ്പെട്ടുള്ള റെഫറൻസുകൾ ബേസ് ചെയ്താണ് ദുരന്തർ മേക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണികൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പടം കഥ പറഞ്ഞു പോയിരിക്കുന്നത്. ഇൻ ഷോർട്ട്, നമ്മുടെ ബ്രെയിനിനെ 3.5 മണിക്കൂർ എൻഗേജ്ഡ് ആക്കിയിരുത്തുന്ന ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു.